നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്തെത്താൻ SIT കൃത്യമായ നിർദ്ദേശം നൽകിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഹാജരാകാൻ പത്മകുമാർ സാവകാശം തേടി. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ഉണ്ടെന്നാണ് മറുപടി. ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, എന്ത് വ്യക്തിപരം? പത്മകുമാറാണ് ശ്യാം. കാരണം ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങി അതിനുള്ളൊരു തയ്യാറെടുപ്പുകളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ ഈ അന്വേഷണ സംഘം ഈ പത്മകുമാറിനോട് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ചോദ്യം ചെയ്യലിന് തയ്യാറാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പത്മകുമാർ പറഞ്ഞത് തനിക്ക് ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സാവകാശം അനുവദിക്കണം എന്നുള്ളതാണ് പത്മകുമാർ പറയുന്നത്. പക്ഷേ ഇത് എന്ത് അസൗകര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഈ ശബരിമലയിലെ കട്ടളപ്പാളി കവർച്ച കേസിൽ മൂന്നാം പ്രതി ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനിടെ തന്നെയാണ് പത്മകുമാറിനെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നു. അതിന് ഹാജരാകാൻ പത്മകുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതും വ്യക്തമാകുന്നത്. നേരത്തെ ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ അത് 2019 കാലത്തെ ദേവസ്വം ബോർഡിന്റെ മുൻ ഭരണസമിതി അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇവർ നൽകിയ മൊഴിയിലും ഈ പത്മകുമാറിനും N വാസുവിനും കുരുക്കാകുന്ന തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, അതുപോലെ ഇവരും നൽകിയ മൊഴികളിലും ഈ മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള N പത്മകുമാറിനും N വാസുവിനും ഒക്കെ എതിരെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും പത്മകുമാറിന്റെ വ്യക്തിപരമായ അസൗകര്യം കഴിയുന്നതോടെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് മറുപടി പറയേണ്ടി വരും. എങ്ങനെ സ്വർണ്ണക്കൊള്ള സംഭവിച്ചു, അത് എന്ത് സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കമുള്ളവർ ആരോപണ വിധേയരായി, അല്ലെങ്കിൽ അവരുടെ പങ്കെന്ത് എന്നതിലടക്കം കൃത്യമായ മറുപടി അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് N വാസുവിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത അറസ്റ്റിനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റെ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നു. അപ്പോൾ അന്വേഷണം അതിനിർണായക ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഈ ഈ അന്വേഷണത്തിന്റെ ഒരു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. ഈ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും ഒക്കെ സ്റ്റെപ്പായി മാറിയത് ഉത്തരവാദിത്വവും വാസുവിനുണ്ട് എന്നുള്ളത് വ്യക്തമായി. ഈ N വാസുവായാലും പത്മകുമാരായാലും ഒക്കെ പാർട്ടിയുടെ പ്രിയപ്പെട്ടവരാണ്, പ്രിയപ്പെട്ട സഖാക്കൾ. ഈ സംഘടിത കൊള്ളയിൽ കൃത്യമായി തന്നെ ഇവർക്കെതിരെ ആരോപണത്തിന്റെ കുന്തമനേറ്റ് നിൽക്കുമ്പോൾ പാർട്ടിക്ക് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കില്ല, സർക്കാരിന് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കില്ലല്ലോ. ഉറപ്പായിട്ടും ശ്യാം. കാരണം ഒന്ന്, സംസ്ഥാന സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ CPM തന്നെയാണ് അവരുടെ അധികാര കാലയളവിൽ ആരാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആരാണ് ദേവസ്വം അംഗങ്ങൾ ആകുന്നത് എന്നെല്ലാം തീരുമാനമെടുക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPMന്റെ ആണെങ്കിൽ CPIയുടെ അംഗമായിട്ട് ഒരാൾ അതിൽ ഉണ്ടാകും. അങ്ങനെ നോമിനികളെ വെച്ച് ആണ് ഈ രാഷ്ട്രീയക്കാർ കേരളത്തിലെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവർ നിശ്ചയിച്ച ആളുകൾ, അവർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ, അവർ നിയോഗിച്ച രാഷ്ട്രീയക്കാർ, ഇത് മൂന്നുമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയ്ക്കും മറ്റ് ക്രമക്കേടുകൾക്കുമെല്ലാം നേതൃത്വം നൽകിയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും CPMനും ഒന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത എന്നുള്ളത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പോകുന്നു. അതിലെ അന്തിമ തീരുമാനം നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വരുന്ന വാർത്തകൾ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ CPMന്റെ ഭരണകാലത്ത് എന്തായാലും ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നത്. N വാസു ദേവസ്വം കമ്മീഷണറായി 2 തവണ തുടർന്നതും അതോടൊപ്പം തന്നെ N വാസു ആ സ്ഥാനത്തേക്ക് എത്തുന്നതിന് കാരണവുമെല്ലാം അത് അദ്ദേഹത്തെ CPM നിയോഗിച്ചത് കൊണ്ടാണ്. ശബരിമലയിലെ CPM നോമിനിയായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ CPM നിയോഗിച്ചത് കൊണ്ടാണ് N വാസു അങ്ങനെയുള്ള നിർണായക സ്ഥാനത്തേക്ക് എത്തുന്നത്. അത് ഈ സ്വർണ്ണക്കൊള്ള കാലത്ത് ദേവസ്വം
ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന വാസു അത് കഴിഞ്ഞ് ഏതാണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് 7 മാസം കഴിയുമ്പോൾ വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത് പോലും അത് CPM-ന്റെ ആശീർവാദത്തോടെ അല്ലെങ്കിൽ CPM-ന്റെ കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നതിനുള്ള ഉപകാര സ്മരണയായിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-നോ LDF-നോ പിന്നോട്ട് പോകാൻ കഴിയില്ല. അവർ നിയോഗിച്ച രാഷ്ട്രീയക്കാർ, അവർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടി ചേർത്ത് ഈ ഗൂഢാലോചനയുടെ കൃത്യമായ ഇതിന് പുറകിലുള്ള ആളുകളിലേക്ക് അവരെത്ര ഉന്നതരായാലും ശരി അവരിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നൊരു ആശങ്കയാണ്. ഇനി ഭക്തരെ സംബന്ധിച്ചിടത്തോളം, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. വളരെ നന്ദി. പ്രജിത് മോഹനാണ് കൃത്യമായ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.